വീട്ടു ജോലി കഴിഞ്ഞ് മാത്രം സ്കൂളിൽ പോയാൽ മതിയെന്ന് ഭക്തു മാതാവ് എലിവിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയിലായിരുന്ന 20 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങി. ഇത് നടന്നത് കോഴിക്കോടാണ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഇത് കോഴിക്കോടാണ് നടന്നത്. അമ്മായിയമ്മക്ക് മരുമോളെ കണ്ടുവിടാം. ഇത് ഒരുപാട് കേസസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇവർക്ക് അമ്മായിയമ്മക്ക് സ്വന്തം മോളെ നോക്കാം, സ്വന്തം മോളെ കുട്ടീനെ നോക്കാം. വരുന്ന മരുമോള് ഇവർക്ക് ശത്രുവായിട്ടാണ് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ മോളെ സപ്പോർട്ട് ചെയ്യുന്ന നേരം അതേ സമയം തന്നെ അതേപോലെ തന്നെ വേർതിരിവ് കാണിക്കാതെ ഈ മരുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ എന്താവാനാ? പഠിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്, ഇപ്പൊ മോന്റെ ഭാര്യയല്ലേ, അപ്പൊ പഠിച്ചു കഴിഞ്ഞ് കുട്ടി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മൊത്തം കിട്ടുന്നുള്ളത്, എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുള്ളത് ഇവർ മനസ്സിലാക്കണ്ടേ? ഇത് പഠിക്കുന്ന കുട്ടികളാണ്, അത് ഫുള്ള് വീട്ടിലെ പണി കഴിഞ്ഞ് പോകണം എന്നൊരു രീതിയിലാണ് പോകുന്നത്. അതും അടിച്ചേൽപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും, മൊത്തം ഇവരടക്കം രക്ഷപ്പെടും. അങ്ങനെ ചെയ്യൂല. മൊത്തം വേർതിരിവാണ്. മോളെ കാണുന്ന പോലെയല്ല കാണാൻ മരുമോളെ കാണാം. വരുന്ന മോളെ കാണുന്നത് വേറെ രീതിയാണ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, അമ്മായിയമ്മമാര് മരുമോളെ സപ്പോർട്ട് ചെയ്ത കുടുംബമുണ്ടോ? ആ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ആ സപ്പോർട്ട് ചെയ്ത എന്താ? മോളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അമ്മായിയമ്മക്ക് മരുമോളെ സപ്പോർട്ട് ചെയ്ത് ഒന്നില്ലെങ്കിൽ മോന്റെ ഭാര്യയല്ലേ, കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടൂ. സപ്പോർട്ട് ചെയ്താൽ അങ്ങോട്ട് തിരിച്ചും കിട്ടും. നമ്മളെന്താ അറിയോ, സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ട് വാങ്ങണം. സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചിങ്ങോട്ടും കിട്ടും. ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഓക്കെ, മൂരിനെ പോലെ പെരുമാറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രൂരമായി പെരുമാറി കഴിഞ്ഞാൽ തിരിച്ച് മരുമോളോടും അങ്ങനെ തന്നെ കിട്ടുള്ളൂ. ഈ ചിന്താഗതി മാറണം. ഇത് നമ്മളെ മുസ്ലിംസ് കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ. ഹിന്ദുസ് കുടുംബത്തിലും ക്രിസ്ത്യൻസ് കുടുംബത്തിലും ഞാൻ കണ്ടില്ല. ഇങ്ങനത്തെ അമ്മായിമ്മപ്പോരും വേർതിരിവും, ഇങ്ങനത്തെ എന്താ പറയുക, വേർതിരിവാണ് മെയിൻ. ഇവരെ ഈ അമ്മായിമ്മമാരെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേർതിരിവാണ്. മോള തലയിൽ വെച്ച് നടക്കും. മരുമോളെ കണ്ടു കഴിഞ്ഞാൽ മരുമോളോടുള്ള എന്താ പറയുക, പണിയെടുപ്പിക്കലും അതും ഇതും ഒക്കെയാണ്. വേർതിരിവാണ് വിളിക്ക്. ഒരു കുടുംബം നശിക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം ഞാൻ പറഞ്ഞ ആ വീട്ടിലെ ഉമ്മമാരാണ്, അല്ലെ അമ്മമാരാണ്. കാരണം അവര് നല്ലതാണെങ്കിൽ ആ കുടുംബം സൂപ്പറായിട്ട് പോകും.